ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന LBS GNM ആൻഡ് ANM കോഴ്സസിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ കയറിയതിന് ശേഷം LBS സെൻറ്റർ എന്ന് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് LBS സെൻറ്ററിൻ്റെ വെബ്സൈറ്റ് ഓപ്പണായി വരുന്നതാണ്. അതിൽ കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഇന്ന് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അപേക്ഷാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ട്രയൽ അലോട്ട്മെൻറ്റിലൂടെ അപേക്ഷകൻ്റെ റാങ്കും നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ അനുസരിച്ചുള്ള അലോട്ട്മെൻറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്ന് അറിയാനുള്ള അവസരവും ലഭിക്കുന്നതാണ്. എന്നിരുന്നാലും അത് ഉറപ്പാക്കാൻ സാധിക്കുകയില്ല. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഓപ്ഷൻസ് കൂടുതൽ നൽകുന്നതിനോ പുനർക്രമീകരിക്കുന്നതിനോ സാധിക്കുന്നതാണ്. അപേക്ഷകർക്ക് അതിനുള്ള സംവിധാനം സെപ്റ്റംബർ 22 5 മണി വരെ തുറന്നു നൽകുന്നതാണ്. പല കുട്ടികളും അപ്ഡേഷൻസ് അറിയാത്തത് കൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടാകും. കറക്റ്റ് ടൈമിൽ അപ്ഡേഷൻ കിട്ടാത്തത് കൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിന് വന്നതിന് ശേഷവും നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാനും അതുപോലെ ഡിലീറ്റ് ചെയ്യാനും ഇനി ഇതുവരെയും ഓപ്ഷൻസ് വെക്കാത്ത കുട്ടികൾക്ക് ഓപ്ഷൻസ് ഒന്നുകൂടി വെക്കാനും സാധിക്കുന്നതാണ്. സമയമെന്ന് പറയുന്നത് സെപ്റ്റംബർ 22 5 മണി വരെയാണ്. ശേഷം സെപ്റ്റംബർ 23-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിനായി ടോക്കൺ ഫീസ് നിശ്ചിത ദിവസത്തിനുള്ളിൽ ഒടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഫീസ് എല്ലാവരും റെഡിയാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഫീസ് ഒടുക്കാത്തവരുടെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഫീസ് അടയ്ക്കാതെ മുന്നോട്ട് അലോട്ട്മെൻറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ടോക്കൺ ഫീസ് ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെൻറ്റിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുമുള്ളൂ. ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് പൂർത്തീകരിക്കുന്നതിനൊപ്പം തന്നെ നിലവിലുള്ള ഓപ്ഷൻസ് പുനറേഞ്ച്മെൻറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ഓപ്ഷൻസ് വെക്കാത്ത കുട്ടികൾക്ക് ഇനി ഓപ്ഷൻസ് വെക്കാം. അതിനുള്ള സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ 22 ആണ്. 23-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതുമാണ്. ട്രയൽ അലോട്ട്മെൻ്റ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് കിട്ടുമോ എന്നൊരു സാധ്യത അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അലോട്ട്മെൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ടോക്കൺ ഫീസോ ഒന്നും അടയ്ക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇനി ഓപ്ഷൻസ് വെക്കണമെങ്കിൽ വെക്കാം, ആഡ് ചെയ്യാം, റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, റിമൂവ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനുശേഷം അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതും. അതുപോലെ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ടൈം വരും, അഡ്മിഷൻ കോളേജിൽ എടുക്കാൻ പോകേണ്ട ടൈം. ആ സമയത്താണ് നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ചെയ്യേണ്ടത് ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഹയർ ഓപ്ഷൻസ് വേണ്ടാത്ത കുട്ടികളാണ്, കിട്ടിയ കോളേജിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഓപ്ഷൻസും റിമൂവ് ചെയ്യണം. അതായത് കിട്ടിയ അലോട്ട്മെൻറ്റ് ഒഴിച്ച് ബാക്കി ഹയർ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് ടോക്കൺ ഫീസ് അടച്ചിട്ട് അടുത്ത അലോട്ട്മെൻറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുക. അഡ്മിഷൻ്റെ സമയം വരുന്നതിന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഓൾറെഡി LBSൽ ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ചല്ല ഇപ്പോൾ GNM ആൻഡ് ANMൻ്റെ അപ്ഡേഷൻസ് വരുന്നത്. അതുകൊണ്ട് ആ ഒരു ഷെഡ്യൂൾ നമുക്കിനി നോക്കിയിട്ട് കാര്യമില്ല. എന്നിരുന്നാൽ പോലും ആ ഒരു ടൈമിൽ നിങ്ങൾ അപ്ഡേഷൻസ് കറക്റ്റ് നോക്കാൻ വേണ്ടി കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റിസർവേഷൻ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ NCC കോട്ടയിൽ ഓൾറെഡി സർട്ടിഫിക്കറ്റ്സ് കൊടുത്ത കുട്ടികളുടേതും അതുപോലെ തന്നെ വർക്കേഴ്സ് കോട്ട റാങ്ക് ലിസ്റ്റ് ഫോർ ANM കോഴ്സും NCC കോട്ട റാങ്ക് ലിസ്റ്റ് ഫോർ GNM കോഴ്സും ANM കോഴ്സസിൻ്റെയും NCC റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത കുട്ടികളുണ്ടാകും. അവരൊക്കെ ഈ ഒരു റാങ്ക് ലിസ്റ്റും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. ഓൾറെഡി ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റായ കുട്ടികളുടേത് മാത്രമായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നതും മുന്നോട്ടുള്ള അലോട്ട്മെൻറ്റിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഓൾറെഡി കറക്ഷൻ ടൈമൊക്കെ വന്നിരുന്നു. ആ സമയത്ത് ഓൾറെഡി തെറ്റുകൾ ഉണ്ടായിരുന്ന കുട്ടികൾ തിരുത്തിയെന്ന് വിശ്വസിക്കുന്നു. അവരുടെയൊക്കെ ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ആയിട്ടുണ്ട്. ആ അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുടേത് മാത്രമായിരിക്കും റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടാവുക. റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷവും നമുക്ക് കറക്ഷൻ ടൈം ഉണ്ടായിരുന്നു. ആ കറക്ഷനും നിങ്ങൾ ചെയ്തത് കൊണ്ടാണ് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് നോക്കേണ്ടതെന്നും ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കേണ്ടതും എന്നറിയാത്ത കുട്ടികളോട് പറയുകയാണ്. നമ്മുടെ LBS സൈറ്റിൽ തന്നെ 3 ലൈൻസ് കാണാൻ സാധിക്കും. അവിടേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്, റാങ്ക് ലിസ്റ്റ് നോക്കാനുള്ള ഓപ്ഷനുണ്ട്, അലോട്ടഡ് ലിസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുണ്ട്. അതിൽ ട്രയൽ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കാണാൻ വേണ്ടി സാധിക്കും. അത് ടോട്ടലായിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെതും കാണാൻ വേണ്ടി സാധിക്കും. കാറ്റഗറി ബേസ് ചെയ്തും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കാണാൻ.
എടുത്തിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് ആണ്. ഓരോ റിസർവേഷൻ ബേസ് ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റ് 1 GNM സയൻസ് ബേസിലുള്ളത്, റാങ്ക് ലിസ്റ്റ് 2 എന്ന് പറയുന്നത് നോൺ സയൻസ് ബേസിലുള്ള GNM അതുപോലെ റാങ്ക് ലിസ്റ്റ് 3 എന്ന് പറയുന്നത് ANM കോഴ്സസിൻ്റെതുമാണ്. ഇത് വെച്ചിട്ട് ഓരോ കാറ്റഗറിയിലും അനുസരിച്ച് എത്രത്തോളം റാങ്കാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഇതെങ്ങനെയാണ് നോക്കേണ്ടത്, അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് കാണാത്തവർ അതുകൂടി ചെന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എടുത്തിരിക്കുന്നത് ANM കോഴ്സ് ഗവൺമെൻറ് JPHN ട്രെയിനിങ് സെൻറ്റർ കാസർഗോഡ് എന്ന് പറഞ്ഞ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പർ, പേര്, കോട്ട, അതുപോലെ അലോട്ട്മെൻറ്റ്, എത്രാമത്തെ അലോട്ട്മെൻറ്റിലാണ് കിട്ടിയിട്ടുള്ളത്, ഇൻഡെക്സ് മാർക്ക് എത്രയാണ് എന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ ഇൻഡെക്സ് മാർക്ക് നോക്കുമ്പോൾ ANM കോഴ്സസിന് 1000-ലാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും മാർക്ക് വന്നിരിക്കുന്നത് എന്ന് ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി GNM ആൻഡ് ANM കോഴ്സസിൻ്റെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് നോക്കുന്നത് എന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ കാര്യമാണ് ANM കോഴ്സസിന് 1000 മാർക്കിലാണ് നോക്കുന്നത്, ഇൻഡെക്സ് മാർക്ക് 1000-ലാണ് വരുന്നത്. എന്നാൽ GNM നോക്കുന്നത് വേറെ രീതിയിലാണ്. അതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ANM കോഴ്സസിന് അപ്ലൈ ചെയ്ത കുട്ടികൾ ANM സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നോക്കേണ്ടതാണ്. അതുപോലെ GNM കോഴ്സസിൽ സയൻസ് ബേസ് സെലക്ട് ചെയ്ത കുട്ടികളും നോൺ സയൻസ് ബേസിൽ ഓൾറെഡി ആപ്ലിക്കേഷൻ കൊടുത്ത കുട്ടികളും നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റും ഇതുപോലെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓരോ കോളേജസിലും എത്രത്തോളം ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നത് നമുക്ക് ഈ ഒരു ട്രയൽ അലോട്ടഡ് ലിസ്റ്റിൽ കൂടി തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. മാർക്കൊക്കെ എത്രാമത്തെ ഇൻഡെക്സ് മാർക്കും റാങ്കും ബേസ് ചെയ്തിട്ട് ഏതൊക്കെ കോളേജസിൽ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ANM-നാണോ GNM-നാണോ കിട്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നോൺ സയൻസിലാണോ സയൻസിലാണോ കിട്ടിയിട്ടുള്ളത് എന്നതൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. കാരണം ഈ ഒരു കമൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയത് കുട്ടികൾ പറയുവാണ് എന്നുണ്ടെങ്കിൽ കിട്ടാത്ത കുട്ടികൾക്ക് എത്രത്തോളം വെയിറ്റ് ചെയ്യണം എന്നത് ഒരു ചാൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷേ നമുക്ക് ഇപ്രാവശ്യം LBS GNM ആൻഡ് ANM കോഴ്സസിൻ്റെ പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. പല കുട്ടികളും ചോദിക്കുന്നുണ്ട് പ്രഡിക്ഷൻ വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. കാരണം കഴിഞ്ഞ വർഷം DHS ആൻഡ് DME വെബ്സൈറ്റ് വഴിയായിരുന്നു ഈ ഒരു അലോട്ട്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് LBS വഴി നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. DHS ആൻഡ് DMEയുടെ പ്രഡിക്ഷൻ ചെയ്തിട്ടും ഈ വർഷം കാര്യമില്ല എന്നതുകൊണ്ടാണ് നമ്മൾ പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാതിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ കാറ്റഗറി റാങ്കും അതുപോലെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജസും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ബാക്കി ഓൾറെഡി കിട്ടാത്ത കുട്ടികൾക്ക് വെയിറ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്നും അലോട്ടഡ് ലിസ്റ്റിൽ നിന്നും കാണാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ നെയിമും ആപ്ലിക്കേഷൻ നമ്പർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇനി നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ വന്നിട്ടില്ല എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പല കുട്ടികളും ചോദിക്കുന്നുണ്ട് LBSനെ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളും ഒന്ന് പറഞ്ഞു തരാമോ എന്നുള്ളത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് LBSൽ ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഉടനടി അപ്ഡേഷൻസ് ഷെയർ ചെയ്യുക. അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.